ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് യൂറോപ്യൻ ലക്ഷറി ഹാൻഡ് ബാഗ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. രണ്ടും ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ആണ്. ഒന്നിൽ വെച്ച് നമുക്ക് തുടങ്ങാം. ഇത് സാൽവറ്റോർ ഫെറഗാമോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ലക്ഷറി ബാഗാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വരുന്നത് ഒരു ഭംഗിയുള്ളൊരു ബോക്സിലാണ്. നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് വാങ്ങിയിട്ടുള്ള ബാഗ്. ഇതിനൊരു നല്ലൊരു ഡസ്റ്റ് കവറുണ്ട്. അവരുടെ ലോഗോ എഴുതിയിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് എഴുതിയ. ഇതൊരു റിസ്റ്റ്ലെറ്റ് എന്നോ നമുക്ക് സ്ലീവ് എന്നോ പറയാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഒരു ഓറഞ്ച് കോറൽ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു കളറാണിത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെതറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ലോഗോ ഇവിടെ ഉണ്ട്. തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേജ് ലെതറാണ്. ഇവിടെ നോക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് കാണാം. ഇൻസൈഡ് ഒരു കാർഡ് ഹോൾഡറിൻ്റെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു സ്നാപ്പ് ക്ലോഷറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് റിസ്റ്റ്ലെറ്റ് പോലെ ഇങ്ങനെ കയ്യിൽ തൂക്കിയിടുന്ന പോലെ കൈ ഫ്രീ ആയിട്ട് വെക്കണമെങ്കിൽ യൂസും ചെയ്യാം. അപ്പോൾ ഈ ബ്രാൻഡിലെ പല ബാഗുകളും പ്രിൻസസ് ഡയാന യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹൈ എൻഡ് ബ്രാൻഡാണ്. ഭംഗിയുള്ള ബാഗുകൾ, അതിൽ സ്റ്റുഡിയോ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ വളരെ നല്ലതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അവരുടെ ഒരു പുതിയ കളക്ഷനായിട്ട് ഹഗ് ബാഗ് പറഞ്ഞിട്ടൊരു ഡിഫറെൻറ്റ് മോഡൽ ക്ലാസ്പായിട്ട് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബാഗ്സ് ഉണ്ട്. അതൊക്കെ ഒരുവിധം എല്ലാം തന്നെ അബവ് $1000 സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. പിന്നെ അടുത്തത് ബാഗ് എന്ന് പറയുന്നത് യൂറോപ്യൻ ബ്രാൻഡ് തന്നെ ടസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇത് തുറക്കുകയാണെങ്കിൽ ഈ ബാഗിൻ്റെ പേരാണ് മിനി ഹോളി. അത് അവരുടെ പല തരത്തിലുള്ള ബാഗുകൾക്ക് മിക്കവാറും ഇത് നോക്കുകയാണെങ്കിൽ പല പേരുകളാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പേര് ഹോളി എന്നാണ്. ഇതിന് മിനി വേർഷൻ ആയതുകൊണ്ട് ഇത് മിനി ഹോളിയാണ് പറയണത്. ഇത് അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് ഈ മിനി ഹോളി. അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽവർ സ്യൂഡാണ് എൻ്റെ കളറ്. അതായത് സിൽവർ കളറിലെ സ്യൂഡ് മെറ്റീരിയലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അവരുടെ കയ്യിൽ സ്യൂഡിൽ ഈ മിനി ഹോളിയിലുള്ളത് രണ്ട് കളറാണ്. ഒന്ന് ഗോൾഡനും ഒന്ന് സിൽവറും. ഞാൻ സിൽവറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ സിൽവറിൽ ഈ സിൽവർ ക്ലാസ്പാണ്. ഇവിടെ സിൽവർ ഹാർഡ്വെയർസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൽ എനിക്ക് തോന്നുന്ന ഗോൾഡൻ ഹാർഡ്വെയർസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ടേൺ ലോക്ക് മെക്കാനിസമാണ്. നമ്മളതിട്ട് പിന്നെ ടേൺ ചെയ്യുക. പഴയ കുറേ ബാഗുകൾക്ക് എനിക്ക് തോന്നുന്നു പോസ്റ്റ്മാൻ ബാഗ്സോ അങ്ങനെ എനിക്ക് ഉള്ള ആൾക്ക് ഉള്ള ഇങ്ങനത്തെ ഒരു ക്ലാസ് മോഡലാണ്. ടേൺ ഇറ്റ് ഓപ്പൺ ഇറ്റ് അപ്പ്. ഓക്കെ. അപ്പോൾ ഇൻസൈഡ് തുറക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്ലാപ്പിൽ സിൽവർ തന്നെയാണ്. പിന്നെ അവരുടെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ബ്രാൻഡ് ലോഗോ ആയിട്ട് സിൽവറിലൊരു ഇതിട്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു പോക്കറ്റ് പോലെയും അത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളിൽ ഒരു സ്യൂഡ് ലെതറാണ്. നല്ല ഭംഗിയുള്ള ഒരു നല്ല സോഫ്റ്റ് ഫീലിംഗ് ഉള്ള ഒരു ലെതറാണ്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും സൈസ് വലുതാക്കാനായിട്ട് വി ക്യാൻ ഓപ്പൺ ഇറ്റ് അപ്പ്. ആൻഡ് ചെറുതാക്കണമെങ്കിൽ കുറച്ച് ഡിസൈൻ പോലെ കിട്ടണമെങ്കിൽ വി ക്യാൻ ക്ലോസ് ദാറ്റ്. ഇതിലെ ഒരു ചെറിയൊരു പേഴ്സും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോൺ അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ കൊള്ളാൻ പറ്റാവുന്നുള്ളൊരു സൈസിൽ ബാഗ് തന്നെയാണിത്. പിന്നെ നമുക്ക് ലൈക്ക് ടോപ്പ് ഹാൻഡിലായിട്ടോ അല്ലെങ്കിൽ കൈ ഫ്രീ ആക്കണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റുന്ന ലെതറിൻ്റെ തന്നെ സ്ട്രാപ്പ് ഉണ്ട്. എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായതാണ്. അവരുടെ കയ്യിൽ ഇതിൻ്റെ തന്നെ പല കളേഴ്സുകളുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട്. ഈവൻ ഇപ്പോൾ സിൽവറും ഗോൾഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കളറായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അതിൻ്റെ സിൽവർ വാങ്ങാൻ കാരണം. ഓക്കെ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 ബാഗുകൾ. ഇത് ടസ്റ്റിങ്ങിൻ്റെയും ഇത് സാൽവറ്റോ ഫെറഗാമോ. അവരുടെ സൈഡിൽ കുറേ ഭംഗിയുള്ള വേറെ കളക്ഷൻസ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അവരുടെ ചെറിയ പേഴ്സ്, സോറി, ഇങ്ങനത്തെ സ്ലീവോ അങ്ങനത്തെയൊക്കെ കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.